ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നതിൽ UDF തീരുമാനം ഇന്ന് വിട്ടുനിൽക്കണമെന്ന നിലപാടിൽ ഭൂരിപക്ഷം നേതാക്കളും NSS ഉൾപ്പെടെയുള്ള സാമുദായിക സംഘടനകളുടെ നിലപാടിൽ UDF-ൽ ആശങ്ക. പ്രതിപക്ഷ നേതാവ് ഇന്ന് മാധ്യമങ്ങളെ കാണും. GST നിർണായക യോഗം ഇന്ന്. സ്ലാബുകൾ പുതുക്കി നിശ്ചയിക്കും. നിലവിലെ 4 സ്ലാബുകൾ 2ആക്കി കുറയ്ക്കണമെന്ന് മന്ത്രിതല സമിതിയുടെ ശുപാർശ. സംസ്ഥാനങ്ങൾക്ക് വരുമാന നഷ്ടമുണ്ടാകുമെന്ന ആശങ്കയിൽ കേരളമടക്കമുള്ള പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് പരിശോധിക്കാൻ ഇന്ന് മെഡിക്കൽ ബോർഡ് യോഗം. ശസ്ത്രക്രിയയ്ക്കിടെ നെഞ്ചിൽ ട്യൂബ് കുടുങ്ങിയ സുമയ്യ ഇന്ന് ബോർഡിന് മുന്നിൽ ഹാജരാകും. തുടർ ചികിത്സയിൽ ബോർഡ് തീരുമാനമെടുത്തേക്കും. ആരോപണ വിധേയനായ ഡോക്ടർ രാജീവിനോടും ബോർഡിന് മുന്നിൽ ഹാജരാകാൻ നിർദ്ദേശം. ഉത്തരേന്ത്യയിൽ മഴക്കെടുതി രൂക്ഷം. പഞ്ചാബിൽ 29 മരണം. ഉത്തർപ്രദേശിൽ 16 പേർക്ക് ജീവൻ നഷ്ടമായി. പഞ്ചാബിലും ഹരിയാനയിലും 6 ലക്ഷം ഹെക്ടറിൽ കൃഷിനാശം. യമുന നദി കരകവിഞ്ഞു. ഡൽഹിയിൽ പ്രളയ മുന്നറിയിപ്പ്. ഒഡീഷയിലും ബംഗാളിലും വരും ദിവസങ്ങളിൽ കനത്ത മഴയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. എറണാകുളം പുത്തൻകുരിശിൽ 2 സ്ത്രീകളും ഒരു കുഞ്ഞും മാത്രമുള്ള കുടുംബത്തിന്റെ വീട് ജപ്തി ചെയ്ത് സ്വകാര്യ ധനകാര്യ സ്ഥാപനം. മുടങ്ങിയ തുക തവണകളായി അടയ്ക്കാമെന്ന് സമ്മതിച്ചില്ലെന്ന് കുടുംബം. ഒറ്റത്തവണയായി പലിശ ഉൾപ്പെടെ 5 ലക്ഷം അടയ്ക്കണമെന്ന് ബാങ്ക്. പാകിസ്ഥാനിലെ ക്വറ്റയിൽ സ്ഫോടനം. 11 മരണം. 30-ലേറെ പേർക്ക് ഗുരുതര പരിക്ക്. ചാവേർ ആക്രമണമെന്ന് സൂചന.